ഇപ്പൊ കേട്ട വിമർശനത്തിൽ അത് സ്വാഗതാർഹമാണ്. കാരണം അദ്ദേഹം 4 ലക്ഷം പേർക്ക് വീട് കൊടുത്തു എന്നുള്ളത് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു. അതൊരു നല്ല കാര്യമാണ്. പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ടത് അതെല്ലാം സാധാരണ രീതിയിലുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളാണ്. അവ തുടരും. അവയ്ക്ക് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതല്ല നമ്മൾ ഇവിടെ സംസാരിക്കുന്ന വിഷയം. ഇവിടെ സംസാരിക്കുന്ന വിഷയം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. ഇനി അതിദരിദ്രരാര് എന്നതിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. വേറൊരാള് മറ്റൊരു നിർവചനവുമായിട്ട് വന്നേക്കാം. ആയിക്കോട്ടെ, അങ്ങനെ വരട്ടെ. അതാണല്ലോ ഒരു ഡെമോക്രാറ്റിക് ആംബിയൻസ്. പക്ഷെ ഇതിനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ്. അതെ, ഞാൻ രാംകുമാർ വ്യക്തമാണ്. സ്വാഗതം ചെയ്യുന്നത് മാത്രമല്ല, ഒരു കാര്യം കൂടി പറയാം. അതായത് സ്വാഗതം ചെയ്യുന്നത് മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനത്തിൽ അങ്ങനെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും കൂടി ഉൾച്ചേർത്തുകൊണ്ട് ഒരു തുടർ പ്രക്രിയയായിട്ട് ഇത് മുൻപോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. ഒരു ദരിദ്രരെ പോലും മാറ്റി നിർത്താനോ ഈ വിഷയങ്ങളിൽ നിന്ന്, ഈ ഒരു പ്രവൃത്തിയിൽ നിന്ന് ഒഴിവാക്കി നിർത്താനോ ഈ സർക്കാർ ഉദ്ദേശിക്കുന്ന വിഷയമേ ഇല്ല. ഇവിടെ ആരെങ്കിലും എവിടെയെങ്കിലും വിട്ടുപോയിട്ടുള്ളതായിട്ട് ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ വളരെ സന്തോഷപൂർവ്വം അവരെയും കൂടി ഉൾച്ചേർത്തുകൊണ്ട് ഒരു 2.0 എന്ന രീതിയിൽ പുതിയ ഒരു അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നാളെ പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് ഇന്ന് മന്ത്രി MP രാജേഷ് പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതുണ്ടാവും തീർച്ചയായും.